അസ്സലാമു അലൈക്കും. സാബിറ വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിർ. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സാബീത്താക്കും സുഖം തന്നെ. ഇന്ന് നിങ്ങളെ മുന്നേ സാബീത്ത വന്നത്. നിങ്ങൾ വിചാരിക്കും എന്താ നിയാസ് ഉസ്താദിന് എന്തെന്നാ പറ്റിയത്, നിയാസ് ഉസ്താദ് എന്തെന്നാ വീണ്ടും പറഞ്ഞത്, എന്തെന്നാ അവർക്ക് സംഭവിച്ചത് എന്നൊക്കെ നിങ്ങളുടെ ആകാംക്ഷയോട് കൂടിയിട്ടായിരിക്കും നിങ്ങൾ എൻ്റെ ഈ വീഡിയോസിൽ വന്നിട്ടുണ്ടാവുക. ഇൻഷാ അല്ലാഹ് ഞാനും നിങ്ങളൊക്കെ അറിയേണ്ട ഒരു സംഗതിയാണ്. വല്ലാത്തൊരു ദുഃഖകരമായ സംഗതിയാണ് ഞാൻ നിയാസ് ഉസ്താദിൽ കൂടി കേട്ടത്. അത് നിങ്ങളും കൂടി കേൾക്കണം. നിങ്ങളും കൂടിയും കേൾക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്കും എനിക്കും ഒക്കെ അർഹതപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ വേണ്ടി വരുന്നത്. ഞാനല്ല, നമ്മളെ പൊന്നാർ ഉസ്താദ് ഞങ്ങൾ കേട്ടിട്ടുണ്ടാകും. എങ്കിലും ഞാൻ ഈ ഒരു വീഡിയോസ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ടാകും. നിങ്ങളൊന്ന് അറിയണം, നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്യണം. പക്ഷെ അതൊന്ന് കേൾക്ക്. ഇതൊരു അപേക്ഷയാണ്, നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ആർക്കെങ്കിലും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ ചെലവില്ലാത്തൊരു സഹായമായിരിക്കും ഞങ്ങൾക്കത്. ഈ കാണുന്ന വീഡിയോ 60ഓളം മുതഅല്ലിമീങ്ങൾ വ്യത്യസ്ത മേഖലകളിൽ ദർസും ഹിഫ്ളും സ്കൂളൊക്കെ പഠിക്കുന്ന, ഞാൻ സേവനം ചെയ്യുന്ന ഹബീബ് എന്ന സ്ഥാപനമാണ്. ചില ഇസ്ലാമിക വിദഗ്ധരുടെയും ഇൽമിന്റെ ശത്രുക്കളും കൂടി ചേർന്ന് ഈ സ്ഥാപനം തകർക്കാനും നശിപ്പിക്കാനും കൂട്ടിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് കൊട്ടാരം കണ്ടില്ല, ഇത് സാബീത്താനെ മാത്രമല്ല തകർക്കാൻ നോക്കുന്നത്. നിങ്ങൾ കണ്ടില്ല, അള്ളാഹുവിൻ്റെ കലാമ്, അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിക്കുന്ന സ്ഥാപനവും ഇത് ഹിന്ദുക്കളാരുമല്ല, മുസ്ലിങ്ങൾ തന്നെ തകർക്കാൻ നോക്കുന്നവരുണ്ട്. അപ്പം നിങ്ങളൊന്ന് വിജയിപ്പിക്കണം. നിങ്ങൾ കേട്ടോ, നിങ്ങൾ വിചാരിക്കും ഇത് സാബീത്ത ഡാൻസ് കളിച്ചത് കൊണ്ടും സാബീത്ത ഇങ്ങനെ കോപ്രായങ്ങൾ കാട്ടിക്കൊണ്ടതുമാണ് ജനങ്ങൾ തകർക്കാൻ നോക്കുന്നത് എന്നല്ല. നല്ല സ്ഥാപനം തുടങ്ങിയാലും നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ചാലും നമ്മളെ നൂറെ ഹബീബ തങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലേ, നല്ലതല്ലേ ഓർ ചെയ്യുന്നത്. ഇപ്പം എത്രയോ കോടി സ്ഥലം വാങ്ങിയിട്ട്, ഉൾപ്പേൻ്റെ കോടി സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ഇപ്പം 4 സെന്റ് ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കുന്നത്. അത് തകർക്കാൻ നോക്കിയവരല്ലേ നിങ്ങൾ. അതേപോലെ ഈ ഉസ്താദിൻ്റെ ഈ സ്ഥാപനം തകർക്കാൻ നോക്കുന്നവരുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഉസ്താദ് പറഞ്ഞൊന്ന് കേൾക്കുക. ഹബീബ് എന്ന സ്ഥാപനമാണ്. ചില ഇസ്ലാമിക വിദഗ്ധരുടെയും ഇൽമിന്റെ ശത്രുക്കളും കൂടി ചേർന്ന് ഈ സ്ഥാപനം തകർക്കാനും നശിപ്പിക്കാനും കണ്ട, ഇസ്ലാമിൻ്റെ ഇസ്ലാമിൽപ്പെട്ടവരും ഈ സ്ഥാപനം തകർക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല ഹിന്ദുക്കളല്ലാന്ന്. അതുകൊണ്ടാണ് ഈ സാബിറാന്റെ ഡാൻസ് നിർത്താത്തതും നിങ്ങളെ വാക്ക് പുല്ലിന് വില വെക്കാത്തതും. മനസ്സിലായോ? സാബിറാന്റെ ഡാൻസ് മാത്രമല്ല നോക്കുന്നത്, നിർത്താൻ നോക്കുക. ദീന് നടത്തുന്ന സ്ഥാപനം തകർക്കാൻ നോക്കുന്ന ഹിന്ദുക്കളല്ല. കേക്ക്, കൂടി ചേർന്ന് ഈ സ്ഥാപനം തകർക്കാനും നശിപ്പിക്കാനും കൂട്ടിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് കൊട്ടാരം കെട്ടാനോ മോഡിഫൈ ചെയ്യാനോ വേണ്ടി വന്നതല്ല, നിലനിൽപ്പിന് വേണ്ടി നിങ്ങളോട് ഞങ്ങൾ യാചിക്കുകയാണ്. പെരുന്നാൾ കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് സ്കൂൾ തുറക്കുമ്പോൾ ഈ ബിൽഡിങ്ങിന്റെ പണി പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ എന്നേക്കുമായി ഇത്രയും നാൾ നിസ്കരിച്ച, ഖുർആൻ ഓതിയ, ഇൽമിന്റെ ചർച്ചകൾ നടത്തിയ സ്ഥാപനത്തിൽ നിന്ന് ഞങ്ങൾ പടിയിറങ്ങേണ്ടി വരും. നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ, നിങ്ങളുടെ കാരുണ്യം ഉണ്ടായാൽ ഈ സ്ഥാപനം എന്നേക്കും നിലനിൽക്കും. തകർക്കാനും തളർത്താനും ശ്രമിച്ച ശത്രുക്കൾക്ക് മുമ്പിൽ അള്ളാഹുവിന്റെ ഇൽമിന്റെ കേന്ദ്രം തലയെടുപ്പോടുകൂടി ഉയർന്നിൽക്കും. നിങ്ങളുടെ സഹായമാണ് വേണ്ടത്. ഒരു 100 രൂപ ഇക്കാലത്ത് ഒരു വലിയ പൈസയല്ല. ഹബീബിക്കത് വിലമതിക്കാനാകാത്ത സമ്പത്താണിപ്പോ. ഇത് കാണുന്നവരെല്ലാം നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സംഭാവന, ഒന്നുമല്ലെങ്കിൽ ഒരു 100 രൂപയെങ്കിലും ഈ മുത്തഅല്ലിമീങ്ങളെ നിങ്ങളുടെ മക്കളെ പോലെ കണ്ടുകൊണ്ട് സഹായിക്കണം. ഹബീബിയുടെ അക്കൗണ്ട് നമ്പറും സ്കാനറും കൂടെ കൊടുക്കുന്നുണ്ട്. കഴിയുന്നവരെല്ലാം അതിലേക്ക് മാത്രം ഇടുക. അറിയാത്തവർ മാത്രം കൂടെയുള്ള ഗൂഗിൾ പേ നമ്പറിലേക്ക് പൈസ അയക്കുക. ഗൂഗിൾ പേക്ക് എന്തെങ്കിലും തടസ്സം വന്നാൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മറ്റു നമ്പർ മാറ്റിത്തരാം. ഇൻഷാ അല്ലാഹ് തുച്ഛമായ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. റമളാനിലെ അവസാനത്തെ 10-ലെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന ഈ സുന്ദരമായ സമയത്ത് നിങ്ങളുടെ ഒരു സഹായം കൊണ്ട് ഒരു സ്ഥാപനം നിലനിൽക്കാൻ പോവുക. കണ്ടിട്ട് കാണാത്ത പോലെ നിങ്ങൾ നടിക്കരുത്. ഇൻഷാ അല്ലാഹ് വീട് കഴിയുമ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്നതിലേക്ക് എത്തിക്കുക. ഒരു മരണം വരെ, ഞാനും ഖിയാമത്ത് നാൾ വരെ ആ സ്ഥാപനവും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. ഒരുപാട് പേർ കഴിയുന്ന പോലെ സഹായിച്ചു. അള്ളാഹ് സഹായിച്ചവരെല്ലാം സ്വീകരിക്കട്ടെ. അവിടെ ദുനിയാവും ആഖിറവും അള്ളാഹു തആല വിജയിപ്പിക്കട്ടെ. നിങ്ങൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങളും ആ സ്ഥാപനവും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതൊരു അപേക്ഷ ഇല്ല, നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാ മുത്തുമണികളും ഈ സ്കാനർ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ ഞാൻ? ആ സ്കാനറിൽ കൂടി നിങ്ങൾ എൻ്റെ പൊന്നാരനെയ ഉസ്താദിന് പൈസ ഇട്ട് കൊടുക്കണം. ആ സ്ഥാപനം നല്ല വലിയ ഉയർച്ചയിലാക്കിയിട്ട് നമുക്ക് കൊണ്ടുവരണം. എൻ്റെ വീഡിയോസ് കാണുന്ന പാവപ്പെട്ടവരാണെങ്കിലും ഒരു 50 രൂപയെങ്കിലും നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് പൈസ ഇല്ലാണ്ടല്ലോ ഉണ്ടാവുമല്ലോ. എന്ത് തന്നെ ആയാലും ഒരു 100 രൂപക്ക് നിങ്ങൾ മീമാങ്ങാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് 50 രൂപക്ക് മീമാങ്ങിയിട്ട് 50 രൂപ ഈ അക്കൗണ്ടിൽ നിങ്ങൾ ഇട്ട് കൊടുക്കണം. നമ്മളെ പൊന്നാര സ്ഥാപനം വളർത്തിക്കൊണ്ടുവരണം. ഞാൻ എല്ലാ സ്ഥാപനത്തിൻ്റെയും എല്ലാ വീഡിയോസിനും ഞാൻ ചെയ്യലില്ല.
കാരണം വെച്ചാൽ അത് കുറെ കമ്മീഷൻ പോവും, കുറെ തട്ടിപ്പ് പോവും. പക്ഷേ എൻ്റെ നിയാസ് ഉസ്താദ് അതിലൊന്നും പെടൂലെന്നും 1 രൂപ പോലും ആ ഉസ്താദ് എടുക്കൂലെന്നും 100% എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ നിയാസ് ഉസ്താദ് അത്രമാത്രം നല്ല ഉസ്താദാണ്. എന്നെ പറഞ്ഞതുകൊണ്ടല്ലേ ഉസ്താദ് പല ആൾക്കാരുടെ വീഡിയോസ് എടുത്തിട്ടും നല്ലതേ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ, നല്ലതേ ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. ഇനി ശകാരിക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ തെറ്റുണ്ടെങ്കിൽ അത് ഞങ്ങളെ നിയാസ് ഉസ്താദ് സ്നേഹപൂർവ്വത്തിൽ കൂടിയാണ് ഞങ്ങളെ മനസ്സ് മാറ്റിക്കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും പറയുന്നവർ പറയട്ടെ, ഇത് തകർക്കാൻ നോക്കുന്നവര് ഹിന്ദുക്കളല്ല, അമുസ്ലിങ്ങളല്ല, ദീനിൽപ്പെട്ടവര്. ഇപ്പം ഞാൻ എൻ്റെ വായി കൊണ്ട് എല്ലാവരും ഇപ്പൊ ഉസ്താദ് പറഞ്ഞു കേട്ടില്ല, ദീനിൽപ്പെട്ടവര് തന്നെ ഇത് തകർക്കാൻ നോക്കുന്നവരുണ്ട്. സബീത്താന്റെ ഡാൻസും കളിയും മാത്രമല്ല തകർക്കാൻ നോക്കുന്നത്. നിങ്ങൾ ഈ സബീത്താന്റെ ഡാൻസിൽ വല്ല കമന്റും വരുമ്പോൾ അതിന് മനസ്സ് കൊടുത്ത് അല്ല അത് കണ്ട് നിങ്ങളും അങ്ങനെ ആവണ്ട. സബീത്താന്റെ ഡാൻസ് കളിച്ചത് കൊണ്ടല്ല, സബീത്ത ഡാൻസിൽ തുള്ളിയത് കൊണ്ടല്ല, ഈ തള്ളച്ചി തുള്ളിക്കളഞ്ഞ് ഈ തള്ളച്ചീന്റെ കോപ്രായങ്ങൾ കാണുമ്പോൾ ഒലിക്ക് സുഖം കിട്ടുന്നുണ്ടാകൂല, അതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ ബാല്യക്കാറ്റേളി കുട്ടികൾ തുള്ളുമ്പോൾ, അശ്ലീലങ്ങൾ അവർ കാട്ടിക്കൊടുക്കുമ്പോൾ അതിന് ആഹാഹാഹാഹാ എന്ന് പറഞ്ഞ് കമന്റ് ഇട്ട് കൊടുക്കുന്ന വേളന്മാരുണ്ട്, നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് സബീത്ത തുള്ളിയത് കൊണ്ടല്ല, അവർക്കൊരു സുഖം കിട്ടുന്നില്ലായിരിക്കും. പക്ഷെ ഇത്തിരി കളി, ഇത്തിരി തമാശ, കോമഡി മാത്രം ആഗ്രഹിക്കുന്നവർ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് മക്കളെ. അല്ലാതെ മറ്റുള്ള കാമപ്പരാന്തന്മാർ, കാമവികാരമുള്ളവർക്ക് എൻ്റെ വീഡിയോസ് കാണുമ്പോൾ ഒരു സുഖം കിട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് അവർ ബേഡ് കമന്റ് ഇടുന്നത്. അതുകൊണ്ട് മക്കളെ, ഈ ഉസ്താദ് സ്ഥാപനത്തിലേക്ക് നിങ്ങളെല്ലാവരും, എന്നെ സ്നേഹിക്കുന്ന നിങ്ങളെല്ലാവരും, നിങ്ങൾ എത്ര പാവപ്പെട്ടവരാണെങ്കിലും ഒരു 50 രൂപയെങ്കിലും വെച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കണേ മക്കളെ. ഞാൻ എൻ്റെ മക്കളോടും എൻ്റെ ഭർത്താവിനും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നതും ഞാൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആരംഭായ നിയാസ് ഉസ്താദെ ഒന്നും നിങ്ങൾ വിചാരിക്കണ്ട, നിങ്ങളെ സ്ഥാപനം നല്ല ഉയർച്ചയിൽ തന്നെ പോകും. അള്ളാഹുവേ നിയാസ് ഉസ്താദ് നടത്തിക്കൊണ്ടുവരുന്ന സ്ഥാപനം അള്ളാഹുവേ എല്ലാ പണിയും പൂർത്തീകരിച്ച് നല്ല രീതിയിൽ ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അള്ളാഹുവേ നീ അനുഗ്രഹിക്കണം റബ്ബേ. അള്ളാഹുവിന്റെ നിഅമത്തും ബറക്കത്തും ചൊരിയുന്ന മലായികകളും എൻ്റെ നിയാസ് ഉസ്താദിന്റെ കൂടെ ആ സ്ഥാപനത്തിന്റെ പിന്നാലെ ഉണ്ടാവണേ. അല്ലാ മുത്തുനബിയെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ, അള്ളാഹുവിനോട് ദുആ ചെയ്യണേ എൻ്റെ നിയാസ് ഉസ്താദിനും ആ സ്ഥാപനം പൂർത്തീകരിച്ച് കൊണ്ടുവരാൻ അതിന് വേണ്ടപ്പെട്ട പണം അള്ളാഹുവേ അവർക്ക് പിരിവിച്ച് കിട്ടാനും ജനങ്ങൾ കൊടുക്കാനും അള്ളാഹുവേ നീ തൗഫീക്ക് ചെയ്യണേ നബി. അള്ളാഹുവിനോട് ദുആ ചെയ്യണേ. ഞങ്ങളെ മുത്തായ നിയാസ് ഉസ്താദാണ്. നിയാസ് ഉസ്താദ് ആരെയും വേദനിപ്പിക്കാതെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നന്നാക്കാൻ കൊണ്ടുവരുന്ന ഒരു ഉസ്താദാണ്. അള്ളാഹുവേ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ ഉസ്താദിന്റെ സ്ഥാപനം നല്ല ഉയർച്ചയിൽ ആക്കി കൊടുക്കണേ അള്ളാഹുവേ. ആമീൻ. മുത്തുമണികളെ, നിങ്ങൾ കാണുന്നവരൊക്കെ നിങ്ങൾ 50 രൂപയാണെങ്കിലും നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കണേ. വലിയ പൈസക്കാരാണെങ്കിൽ പൈസയുള്ള രൂപത്തിൽ നിങ്ങൾ ഇട്ട് കൊടുക്കണേ. നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം മക്കളെ. എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്തിട്ട് കൊടുക്കണം മക്കളെ. ഉസ്താദിന്റെ ആ സ്ഥാപനം നല്ല ഉയർച്ചയിലായിട്ട് കൊണ്ടുവരണം. ഞാൻ ഉസ്താദെ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. അബീത്താന്റെ ലൈവിൽ ആയിരക്കണക്കിന് ആൾ ഓടി വരുന്ന ലൈവാണ്. ഞാൻ അള്ളാഹുവിന് ലൈവിൽ ഞാൻ പറയുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഓക്കെ മക്കൾ, നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണേ മക്കളെ. എൻ്റെ നേരെ ശത്രുക്കളാണെങ്കിലും എന്നെ കണ്ടുകൂടാത്തവരാണെങ്കിലും ഇത് എനിക്കല്ലല്ലോ പൈസ അയച്ചു തരുന്നത്, എൻ്റെ നിയാസ് ഉസ്താദിന്റെ സ്ഥാപനത്തിന് വേണ്ടിയല്ലേ. ആ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ 50 രൂപയെങ്കിലും വെച്ച് നിങ്ങൾ അയച്ചു കൊടുക്കണേ. ഒരു 100 രൂപയെങ്കിലും ഇല്ല, പാവപ്പെട്ടവരോടെന്ന് 50 രൂപ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് കഴിയും പോലെ നിങ്ങൾ അയച്ചു കൊടുക്കണേ. 500 ആയാലും 1000 ആയാലും 2000 ആയാലും ഞാൻ ഏറ്റവും പാവപ്പെട്ടവരോട് തന്നെ 50 എന്ന് പറഞ്ഞു. നമ്മളെ പാവപ്പെട്ട ഉമ്മാർ അലിക്കത്തും കൈക്കും വളയും ഊരിക്കൊടുത്തിട്ടാണല്ലോ മദ്രസയും പള്ളിയും ഇന്ന് വലിയ സ്ഥാപനത്തിൽ നമ്മൾ കാണുന്നത്. അതുപോലെ എത്ര പാവപ്പെട്ടവരാണെങ്കിലും 50 രൂപയെങ്കിലും കൊടുക്കണം. നിങ്ങൾ ഉള്ളതുപോലെ നിങ്ങൾ കൊടുക്കണം. ഇൻഷാ അല്ലാഹ് ആ സ്ഥാപനം ഉയർച്ചയിൽ നമ്മക്കാക്കി കൊണ്ടുവരണം. ഓക്കെ മക്കളെ, ബായ്. അതുകൊണ്ട് നിങ്ങൾ തകർക്കാൻ നോക്കുന്ന സാബീത്തഹന മാത്രമല്ലേ, ദീനിന്റെ കാര്യം ഉസ്താദ് തന്നെ പറഞ്ഞില്ലേ, ദീൻ പഠിപ്പിക്കുന്ന സ്ഥാപനം പല ദീനിൽപ്പെട്ടവർ തന്നെ തകർക്കാൻ നോക്കുന്നുണ്ട് എന്നുണ്ട്. പുന്നാർ ഉസ്താദിന്റെ വായിന്ന് വീണില്ലേ, പിന്നെയാണോ സാബീത്താനെ തകർക്കാൻ നോക്കുന്നത്? അവരെ ഹോബീസ് അങ്ങനെയാണ്. തകർക്കാൻ നോക്കണം. തകർക്കാൻ നോക്കുന്നവർക്ക് തകർക്കുക തന്നെ ചെയ്യണം. അവർക്ക് അത് ഹോബീസാണ്. അതുകൊണ്ട് വല്ലാര മക്കൾ അതിലൊന്നും നിങ്ങൾ പെട്ടുപോകണ്ട. ഓക്കെ മക്കളെ.